പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഡാൻസ് ചെയ്യുന്നു എന്നുള്ളൊരു അങ്ങനെയല്ല. ഞാൻ ഇതുവരെ ഒരു ഓഡീഷനും അറ്റൻഡ് ചെയ്തിട്ടില്ല. എനിക്ക് പേടിയുമാണ് ഓഡീഷൻ അറ്റൻഡ് ചെയ്യാൻ. ഞാൻ ശരിക്കും പഠിക്കാൻ വേണ്ടിയിട്ടല്ല സ്കൂളിൽ പോയിരുന്നത്. ഈ ഡാൻസും പാട്ടിനും ഇതിനുമൊക്കെ എല്ലാത്തിലും ഉണ്ടായിരുന്നു. അത് സ്വയം ബോധം ഉണ്ടാവുക, ഞാനിപ്പോൾ ക്യാമറയുടെ മുന്നിലാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ഞാൻ സ്റ്റേജിലാണ് നിൽക്കുന്നത് എന്നുള്ളത് ആദ്യം നമുക്കൊരു ബോധ്യം ഉണ്ടാവും. പ്രത്യേകിച്ച് മലയാളികൾക്ക് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അത് ഞാനും ചെയ്യാമെന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ്. ചിലവർ ജിമ്മിൽ പോയി കിടന്ന് പണിയെടുത്ത് മരിക്കുന്നത് കാണാം. കുറേ ആൾക്കാർ ചിന്തിക്കുന്നതിൽ നിന്ന് കുറച്ച് പല കാര്യത്തിലും ഞാൻ വളരെ ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ സിംഗിളായിരിക്കുന്നവർക്ക് എങ്ങനെ എത്ര വേണം കല്യാണം കഴിച്ചവർക്ക് എങ്ങനെ സിംഗിളായാൽ മതി. ഈ ഇന്ത്യൻ പ്രണയകഥ ചെയ്തുകൊണ്ട് ഇപ്പോൾ ഫഹദിൻ്റെ കൂട്ടത്തിലാണ് അഭിനയിച്ചപ്പോൾ ഭയങ്കര ഈസി ആയിരുന്നു ചെയ്യുന്നത്. ഇപ്പം അതുപോലെ ഒരാളായിരുന്നു ലാലേട്ടൻ എന്നുള്ളത്. സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്തപ്പോൾ ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയ അപ്രിസിയേഷൻ ആയിട്ട് തോന്നിയ എന്തായിരുന്നു? ഏറ്റവും വലിയൊരു അവാർഡായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ കമൽ ഹാസൻ സാർ എന്ന വിക്രത്തിൻ്റെ പ്രൊമോഷനായിട്ട് ലുലുവിൽ വന്നപ്പോൾ നമ്മളുടെ ടീമും ഞാനും എൻ്റെ ടീമും ആയിരുന്നു പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സാറ് ഇത് കണ്ടിട്ട് സാറ് ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ സാറിൻ്റെ അടുത്ത് ചെന്നു. എന്നിട്ട് സാർ അവിടുന്ന് പോകുമ്പോൾ പേഴ്സണലി വിളിച്ചിട്ട് വാവ് ഗുഡ് ടീം, ഗുഡ് വർക്ക് എന്നൊക്കെ പറഞ്ഞത് നമ്മൾ ഒരുപാട് അപ്രിഷ്യേറ്റ് ചെയ്തായിരുന്നു. അത് ആരിൽ നിന്നാണ് കിട്ടുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു. പിന്നെ ഓരോ ഷോ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പോഴും നമുക്ക് നല്ല അപ്രീസിയേഷൻ കിട്ടുന്നത് എന്നും ഒരു അവാർഡ് തന്നെയാണ്. നമുക്കൊരു സമാധാനമാണല്ലോ, ഇന്ന് കുളവാക്കിയില്ലല്ലോ എന്ന് വിചാരിക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ ഈ കുളവാക്കിയില്ലല്ലോ എന്നുള്ളൊരു പരിപാടി ഉണ്ടല്ലോ, അതിന് ട്രോള് കിട്ടുമെന്നൊക്കെ പേടിച്ചിട്ടുണ്ടോ? ഏത് നമ്മൾ പെർഫോം ചെയ്യുന്നതിന്റെ അതിപ്പോ എത്ര നല്ല പെർഫോമൻസ് നമ്മൾ കാഴ്ചവെച്ചാലും ഇപ്പൊ ഒരുപാട് സോഷ്യൽ മീഡിയാസ് ഉണ്ടല്ലോ, അപ്പം അവര് ഓരോ ക്യാപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടൊക്കെ ഓരോന്നൊക്കെ ഇടും. അവര് നമ്മളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുന്നതായിരിക്കും. പക്ഷെ അതിന്റെ അടിയിൽ ഒരുപാട് പേര് വന്നിട്ട് ചിലപ്പോൾ ഒരുപാട് നല്ല കമന്റ്സ് ഇടുന്നവരുണ്ട്. അവരോട് താങ്ക്സ് പറയുന്നു. ഒരു കാര്യമില്ലാണ്ട് ഇതിനെപ്പറ്റി ഒന്ന് പാട്ട് ഏതാ ഡാൻസ് ഏതാന്ന് പോലും തിരിച്ചറിയാൻ മേലാത്ത ആൾക്കാർ വന്നിട്ട് കമന്റ് ഇടുന്നവരുണ്ട്. അതിനൊക്കിപ്പോൾ നമ്മൾ എന്ത് പറയാനോ, ഓരോരുത്തരുടെ നിലവാരത്തിനനുസരിച്ചല്ലേ ഓരോരുത്തർ പെരുമാറുള്ളൂ. ഞാൻ അങ്ങനെ വിചാരിക്കാറുണ്ട്. അവർ വളർന്നു വന്ന സാഹചര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങളും അതായിരിക്കും ശരി. പഠിച്ചതേ പാടൂ എന്ന് പറയുന്നത് പണ്ടുള്ളവർ പറയുന്ന കറക്റ്റാ. അവരെന്താണോ ശീലിച്ചത് അതായിരിക്കും ഓരോ കമന്റ്സ് ആയിട്ടൊക്കെ വന്ന് സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തരുടെ പോസ്റ്റിന്റെ താഴെ ഇടുന്നത്. അപ്പം ഞാനത് മൈൻഡ് ചെയ്യാറില്ല. പിന്നെ ഈ ഇതിനെപ്പറ്റി ഒരു വിവരം ഇല്ലാത്തവർ ഇങ്ങനെ കിടന്ന് പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ കുറച്ച് വിവരം ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിനിപ്പോ ഒന്നും പറയാൻ പറ്റത്തില്ല. ചിലവന് മൈൻഡ് ചെയ്യത്തില്ല, ചിലവനൊക്കെ നല്ല ഉത്തരം കൊടുക്കും, നല്ല മൂഡ് അനുസരിച്ചിരിക്കും. അപ്പൊ ഈ നെഗറ്റീവ് കമന്റ്സ് വരുമ്പോഴത്തേക്ക് റിയാക്ട് ചെയ്യും, ചിലതിനൊക്കെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആദ്യമൊക്കെ എല്ലാത്തിനും റിയാക്ട് ചെയ്ത് നോക്കിയിട്ടൊക്കെ എല്ലാത്തിനും കമന്റ് ഒക്കെ ഇടുമായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി നമ്മളുടെ പോസ്റ്റിന്റെ താഴെ വന്ന് പലരും കമന്റ് ഇടുന്നത് ആകെ 1 ഫോളോവർ 2 ഫോളോവർ 10 ഫോളോവറൊക്കെ ഉള്ളവരൊക്കെയാണ് വന്ന് കമന്റ് ഇടുന്നത്. എന്നിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് നമ്മളെ ഒരു റിപ്ലൈ കൊടുത്തിട്ട് അപ്പം എല്ലാവരും അവരെ ശ്രദ്ധിക്കും. അങ്ങനെ അവർക്ക് അക്കൗണ്ടിൽ ഫോളോവേഴ്സ് കൂടും. അങ്ങനെ ഇപ്പം ചെയ്യണ്ടെന്ന് ഞാൻ വിചാരിച്ചു. കാരണം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ റീൽസ് ആയിട്ടാണെങ്കിലും ഓരോ പോസ്റ്റ് കാര്യങ്ങളൊക്കെ എല്ലാം ആലോചിച്ചൊക്കെ ആയിരിക്കും എഴുതിയേക്കുന്നത്. അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. ഇത് ചുമ്മാ കയറി ഇരുന്ന് പറയുമല്ലോ. ഇപ്പോൾ റീൽസ് എടുക്കുന്നതാണേലും ഒരുപാട് കഷ്ടപ്പാടുണ്ട്. അപ്പം അത്രയും നമ്മളൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും ഫോളോവേഴ്സിനെ നമ്മളാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു കാര്യമില്ലാണ്ട് അതിൻ്റെയൊക്കെ അടിയിൽ വന്ന് കമന്റ് ഇട്ടിട്ട് ചുളിവിൽ ഫോളോവേഴ്സിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ മഹാന്മാരുണ്ട്. അങ്ങനെ ഇപ്പം ആവണ്ട, അധ്വാനിച്ചാക്കിയാൽ മതി, അതാ നല്ലതെന്ന് ഞാൻ വിചാരിക്കും. അപ്പോൾ ഇപ്പം ഞാനങ്ങനെ കമന്റ് അങ്ങനെ കൊടുക്കാറില്ല. വായിച്ചിട്ട് ഞാൻ തന്നെ ഇരുന്ന് ഞാനും അമ്മയും കൂടെ വീട്ടിലിരുന്ന് അയാളുടെ അടുത്ത് നേരിട്ട് പറയും പോലെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും, പറയും എന്നുള്ളത്. പിന്നെ അതുപോലെ എനിക്ക് ഈ സോഷ്യൽ ഇഷ്യൂസിലൊക്കെ എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ പോസ്റ്റായിട്ട് തന്നെ ഇടും. അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഓരോരുത്തരൊക്കെ ചിലവർ നല്ലത് പറയും, ചിലവർ ചീത്ത പറയും. അത് ഡിപ്പെൻസ്. എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറയുന്നു അത്ര. അപ്പൊ കോൺട്രവേഴ്സി ഒക്കെ വരുമ്പോഴത്തേക്കും അതിനനുസരിച്ചുള്ള റിപ്ലൈസും കാര്യങ്ങളും കൊടുക്കും. മിക്കതിനും കൊടുക്കും. ചിലവൊന്നും മൈൻഡ് ചെയ്യില്ല. കോൺട്രവേഴ്സി ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. ഇഷ്ടമില്ലാത്തവർ അൺഫോളോ ചെയ്ത് പോവാ, അത്രേ ഉള്ളൂ. ഇത്ര ബുദ്ധിമുട്ട് കണ്ടോണ്ടിരിക്കണമെന്നില്ലല്ലോ. ഞാനാരെ അടിച്ചേൽപ്പിച്ചിട്ട് കണ്ടിട്ട് പോയാൽ നിന്നതുമല്ല. ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു. അതിനൊന്നും നമുക്ക് എൻ്റെ റിപ്ലൈ ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് തോന്നുന്ന കാര്യം ഇപ്പോൾ ഈ അടുത്ത് ഞാൻ പല കാര്യങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇലക്ഷൻ്റെ കാര്യങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ അടുത്തൊന്ന് ഇപ്പോൾ ഇന്ന് സുംബയുടെ കാര്യങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നൊക്കെ ഞാൻ ഇടും. വേണ്ടോ കണ്ടാൽ മതി.
അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുക. ഞാനും അങ്ങനെ. ഓക്കെ ഓക്കെ. ഒരു ഫേവററ്റ് മൂവി ഒന്ന് പറയാമോ? ഏതാണ്, ഏത് ജോൺറയാണ് ഇഷ്ടം? ലൈക് ത്രില്ലർ, കോമഡി മൂവീസ് കാണാൻ ഒത്തിരി ഇഷ്ടം. എന്ന് വെച്ചാൽ എന്റർടൈൻമെന്റ് ആയിരിക്കണം. അത് സിനിമയുടെ കാര്യത്തിൽ ഇപ്പോൾ നമ്മൾ ഒരുപാട് മിസ് ചെയ്യുന്നതും അങ്ങനത്തെ ജോണറിലുള്ള സിനിമകൾ ഇപ്പോൾ കൂടുതൽ ത്രില്ലേഴ്സ് അല്ലേ വരുന്നത്. അങ്ങനത്തെ ത്രില്ലേഴ്സ് ടൈപ്പ് വരുന്നതിൽ എനിക്കിഷ്ടമാണ് ത്രില്ലേഴ്സ് കാണുന്നതും ഒക്കെ. എല്ലാ ടൈപ്പിലുള്ള സിനിമകളും കാണും. പക്ഷേ നമ്മളൊക്കെ മീൻസ് ഞങ്ങളൊക്കെ കണ്ട് വളർന്നിട്ടുള്ളത് ഇപ്പോൾ ഇൻഹെരിയർ നഗർ പോലത്തെ സിനിമകളും ഓഫ് കോഴ്സ് നമ്മൾ സ്പടികം പോലത്തെ സിനിമകളാണ്. ഒരു എന്താണെങ്കിലും ഒരു എന്റർടൈൻമെന്റ് ആയിരിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അത്തരം സിനിമകളായിരിക്കും എപ്പോഴും കൂടുതലും കാണുന്നത്. എല്ലാ ജോണറിലുള്ള സിനിമകളും കാണും. ആസ് ആൻ ആക്ടർ നമ്മളെല്ലാം കാണണമല്ലോ. ഇപ്പം ഞാനൊരു ആക്ടിങ് സ്കൂളിലൊന്നും പോയിട്ടല്ല ആക്ടിങ് പഠിച്ചിട്ടുള്ളത്. ഞാൻ സിനിമ കണ്ടു തന്നെയാണ് ഓരോ കാര്യങ്ങൾ ഓരോരുത്തർ ആക്ടേഴ്സിനെയൊക്കെ കണ്ടിട്ടാണ് നമ്മൾ അത് ഇങ്ങനെ ബ്രഷപ്പ് ചെയ്താണ് ഇപ്പോൾ അഭിനയിക്കുന്നത് പോലെ അഭിനയിക്കുന്നത്. ആദ്യമൊക്കെ ഞാൻ കാണുമ്പോൾ വിചാരിക്കായിരുന്നു അയ്യോ കുറച്ച് ലൗഡായിപ്പോയി, അല്ലെങ്കിൽ അതങ്ങനെ ശരിയായില്ല എന്നൊക്കെ ഇപ്പോൾ കാണുമ്പോൾ വിചാരിക്കും. അതെല്ലാം ബ്രഷപ്പ് ചെയ്ത് കൊണ്ടുവന്ന് ഇപ്പം എങ്കിലും ചെയ്യുന്നത് പോലെ ആക്കുന്നത്, അത്രയെങ്കിലും ആക്കുന്നത് നമ്മൾ സിനിമ കണ്ട് 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 തന്നെയാണ് ആക്കിയത്. ഓരോരോ വർക്കൊക്കെ കണ്ട് ഓരോ ആക്ടേഴ്സ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് എല്ലാ ജോണറിലുള്ള സിനിമകളും കാണും. ഓക്കെ. എങ്ങനെയായിരുന്നു കോളേജ് ലൈഫും കാര്യങ്ങളും? ഭരതനാട്യമാണ് എടുത്തത്, ഡിപ്ലോമ ഇൻ ഭരതനാട്യം. ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു കോളേജ് ലൈഫും കാര്യങ്ങളും ഒക്കെ എങ്ങനെയായിരുന്നു? ആദ്യം ഞാൻ പറഞ്ഞ പോലെ സ്കൂളിൽ പോയിരുന്നത് തന്നെ ഡാൻസിനും പാട്ടിനും ഇതിനു വേണ്ടി തന്നെയാണ്. അപ്പം അതേ എനിക്കൊരു സെലിബ്രേഷൻ ആയിരുന്നു. സ്കൂളിലും കോളേജിലും ഒക്കെ പോകുമ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതേപോലെ എപ്പോഴും ക്ലാസ് റൂമിലിരുന്ന് അടച്ചു കുത്തിയിരുന്ന് പഠിക്കുന്ന ഒരാളെ അല്ലായിരുന്നു. കാരണം ഞാൻ ക്ലാസ്സിൽ കയറുന്നതാണ് കുറവ്. അല്ലാത്തപ്പോഴേക്കും പുറത്ത് എന്തെങ്കിലും എപ്പോഴും ഓഡിറ്റോറിയം ബേസ്ഡ് ആയിട്ട് എന്തെങ്കിലും അവിടെ പ്രാക്ടീസും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ സെലിബ്രേറ്റ് ചെയ്ത് തന്നെയാണ് എൻ്റെ സ്കൂൾ ഡേയ്സ് ആണെങ്കിലും കോളേജ് ഡേയ്സ് ആണെങ്കിലും എല്ലാം ഉണ്ടായിരുന്നത്. അത് ഒത്തിരി ഇഷ്ടമാണ്. ഇപ്പോഴും ആലോചിക്കുമ്പോൾ നല്ല എന്തറിയോ, സെൻറ്റ് ജോസഫ്സ് എന്ന് പറഞ്ഞ സ്കൂളിൽ നിന്നാണ് എന്നിലൊരു കലാകാരി കറക്റ്റായിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ആൻറ്റോണി സിസ്റ്റർ ഹെഡ് മിസ്ട്രസ് ആയിരുന്നു. സിസ്റ്ററിൻ്റെ ഒരു സപ്പോർട്ട്, അവിടുത്തെ ടീച്ചേഴ്സിൻ്റെ ഒരു സപ്പോർട്ട്, ആ ഒരു സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു പ്രോത്സാഹനം, അതിൻ്റെ യൂത്ത് ഫെസ്റ്റിവൽ കാര്യങ്ങളാണേലും എല്ലാത്തിനും നമ്മളിപ്പം ഒത്തിരി ക്ലാസ്സൊക്കെ മിസ്സാവും. പക്ഷെ അപ്പോൾ എല്ലാം കവറപ്പ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിച്ചിരുന്ന എല്ലാം ടീച്ചേഴ്സ്, പ്രിൻസിപ്പൾ അടക്കം, ഈ ആൻറ്റോണി സിസ്റ്റർ അടക്കം നമ്മൾ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും നന്ദിയോടെ ഓർക്കുന്നതും ആ സ്കൂളിൽ നിന്ന്. അതുപോലെ തന്നെ ഞാൻ +1 മുതൽ സെക്കൻഡ് ഹട്ട്സിലായിരുന്നു. അവിടെ പൗലോസ് അച്ഛനാണ്. അവിടുത്തെ ടീച്ചേഴ്സ് ആണെങ്കിലും ഒത്തിരി നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും അവരോടുള്ളൊരു നന്ദിയാണ്. കാരണം ഇപ്പം നമ്മൾ കരിയറിൽ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ആ സ്കൂളിൻ്റെ ഒരു സപ്പോർട്ടുള്ളത് കൊണ്ടാണ്. ഓക്കെ. എവിടെയാണ് കോളേജൊക്കെ എവിടെയാണ് ചെയ്തത്? ബാംഗ്ലൂരാണ്. അലയൻസ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു. എൻ്റെ ഭരതനാട്യം ഇതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഞാൻ പഠിച്ചത് തന്നെയാണ് ജോലി ചെയ്യുന്നത്. നൈസ്. അതൊരു സോർട്ടഡ് ആയി നിൽക്കുന്നതുകൊണ്ട്. എന്താ പഠിച്ചേ? കെമിസ്ട്രി. എന്നിട്ട് ചെയ്യുന്ന ജോലിയോ? ചെയ്യുന്നത് ബയോളജിയോ? ചെയ്യുന്ന ജോലി ബയോളജി അല്ല, അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ അങ്ങനെ പെട്ടുപോയതാ. അത് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഞാൻ എന്തായിരുന്നു പഠിച്ച ജോലി? മീൻസ് പഠിച്ചത് വേറൊരു വിഷയം. ഞാൻ ഇപ്പൊ കുറെ പിള്ളേരുടെ അടുത്ത് കേൾക്കും. ഞാൻ സംശയം ചോദിച്ചതാ. ഒരുപാട് പേരുണ്ട് അങ്ങനെ, ഞാൻ മാത്രമല്ല. ഞാൻ എന്റെ സംശയം ചോദിച്ചതാ. നിങ്ങൾ പഠിക്കുന്ന ഒരു സബ്ജക്ട് ചെയ്യുന്ന വേറൊരു ജോലി. അത് നമുക്ക് ഒരു പോയിന്റിൽ നമുക്ക് മനസ്സിലാവും, അതായത് ഇതാണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ആ കാശ് കളഞ്ഞു വെറുതെ. കാശ് വെറുതെ പോയി. നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യില്ല. അല്ല, നമ്മളിപ്പം ഫിലിം ഫീൽഡിൽ ഞാൻ ഇങ്ങനെ കുറച്ച് വെബ് സീരീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, അപ്പം അതിനകത്ത് ഏറ്റവും കൂടുതൽ ക്യാമറാമാൻ ആണെങ്കിലും ഡയറക്ടർ ആണെങ്കിലും എല്ലാവരും എഞ്ചിനീയറിംഗ് ബിടെക്കാണ്. ഞാൻ അവര് കുറച്ച് പറയല്ല, പക്ഷെ കൂടുതൽ പേരും ബിടെക്കാണ്. സയൻസ് ഫീൽഡിൽ നിന്ന് വന്നവരാണ് കൂടുതൽ ഇതിനകത്ത്. അപ്പൊ ഇപ്പൊ ആക്ടിങ് പഠിച്ച ഒരാൾക്ക് എഞ്ചിനീയറിംഗിന് ജോലി കിട്ടുമോ? ഒരിക്കലും ഇല്ല, ഒരിക്കലും ഇല്ല. അത് ശരിയല്ലല്ലോ. അത് ഒരു പാലടുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ? ഇല്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. ആക്ടിങ് പഠിച്ച അല്ല, ടെക്നിക്കൽ പരമായ നോളജ് വേണമല്ലോ. പിന്നെ ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ആ ഫീൽഡിലേക്ക് കയറണമെങ്കിൽ കയറാം. കുറച്ച് ട്രെയിനിങ് എടുത്തു കഴിഞ്ഞാൽ ആ ഫീൽഡിലേക്ക് തിരിച്ചു കയറാം. പക്ഷെ ആരും കയറത്തില്ല. നമുക്ക് 9 to 5 ലോക്ക് ആവാൻ താല്പര്യം. അപ്പൊ അത് പഠിച്ച് ഇപ്പൊ എനിക്ക് ഇതിനെ പറ്റി അറിയത്തില്ല. ഈ പ്രൊഫഷണൽ കോഴ്സുകളെല്ലാം പഠിക്കുമ്പോൾ ഒരുപാട് ലക്ഷങ്ങളാണ് ചെലവാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എൻ്റെ ഇപ്പൊ എൻ്റെ കൂടെ സിനിമയിൽ അഭിനയിച്ച ഒരു കുട്ടി, അവർക്ക് ആദ്യത്തെ ഒരു വർഷം എന്തോ 10 ലക്ഷം രൂപ എന്തോ ആണ് ഒരു കോഴ്സിന്റെ ഇതിന് വേണ്ടിയിട്ട് എന്തോ ചേർക്കുന്നത്. എന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിക്കുക, ഇത്രയും ലക്ഷക്കണക്കിനൊക്കെ പൈസ മുടക്കി പഠിച്ചിട്ട് എന്നിട്ട് നിങ്ങൾ അത് തന്നെയാണോ ജോലി ചെയ്യുന്നത്? അല്ല, എനിക്ക് സ്കോളർഷിപ്പ് ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ പൈസ വന്നില്ല. കുഴപ്പമില്ലാണ്ട് പോയി ഈ ഫീൽഡ് എടുത്തു. ഇപ്പൊ PG ആ ഒരു രീതിയിൽ പോകുന്നു.
ഹാപ്പിയാണോ? ഞാനിപ്പോ കുറ്റമായിട്ട് പറയല്ല, ഇപ്പൊ പലരും പൈസ അനാവശ്യമായിട്ട് ചെലവാക്കുന്ന ഒന്ന് പഠിത്തത്തിലും പിന്നെ കല്യാണങ്ങളിലും അതൊക്കെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ശരിയല്ലേ ഇത്? ശരിയാണ്, ആണല്ലോ, എഡ്യൂക്കേഷൻ ഇപ്പൊ ബിസിനസ് ആയല്ലോ. അതെ അതെ അതെ. പിന്നെ ഹോസ്പിറ്റൽ ബിസിനസ്സും അല്ലേ? ഹോസ്പിറ്റൽ എഡ്യൂക്കേഷൻ എല്ലാം ഇപ്പൊ ബിസിനസ് ആണ്. ബിസിനസ് ഇല്ലാത്ത ഫീൽഡ് ഇല്ലല്ലോ. ഓക്കെ. അയ്യോ, വഴുതി മാറിയല്ല. വൈദ്യുതിയോ എന്ന് പറഞ്ഞ വഴുതി മാറിയുന്നു. ഓക്കെ, ഞങ്ങളുടെ വൈദ്യുതി മറുപ്പ്. ഓക്കെ. ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയ അവാർഡ് എന്താണ്? അൺഎക്സ്പെക്ടഡ്, അയ്യോ എനിക്കും എന്നുള്ളൊരു ഫീൽഡ് കിട്ടിയ ഒരു അവാർഡ്. പെട്ടെന്ന് പറയാനായിട്ട് അങ്ങനെ ഓർക്കുന്നില്ല. ഞാന് എപ്പോഴും ഹാപ്പിയാണ്. അത് ഞാൻ ചെറിയ കാര്യത്തിലും വലിയിട്ട് സന്തോഷിക്കുന്ന ആളാണ്. അതൊരു വലിയ ക്വാളിറ്റി ആണെന്ന് എനിക്ക് ഇപ്പോൾ ഉള്ള ഓരോരുത്തരുടെ ലൈഫ് നോക്കുമ്പോൾ എനിക്കത് മനസ്സിലാവുന്നുണ്ട്. കാരണം ഞാൻ എപ്പോഴും എന്നെ കാണുമ്പോൾ എല്ലാവരും പറയും ഇവരെപ്പോഴും ഭയങ്കര ചിരിച്ചോണ്ടാണല്ലോ ഇരിക്കുന്നത്, ടച്ചുകൂടെ അങ്ങനെ തന്നെ ആവട്ടെ. അപ്പം അതാണല്ലോ ഏറ്റവും വലിയ അവാർഡ്. മനുഷ്യന് ജീവിതത്തിൽ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാണ്ടിരിക്കുക, എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക, അതാണ് ഏറ്റവും വലിയ അവാർഡ് എന്നാണ് വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഈ നിമിഷം വരെ അതുണ്ട്. അങ്ങനെ പിന്നെ അല്ലാതെ ആരുടെങ്കിലും ഒരു അപ്രിസിയേഷൻ ആണോ ഉദ്ദേശിച്ചത്? അപ്രിസിയേഷൻ എന്തോ ആകാം. ഓൾറെഡി പറഞ്ഞല്ലോ കമൽ സാർ. അതെ, അല്ലാതെ പെട്ടെന്ന് എനിക്ക് ഓർക്കുമ്പോൾ ഒന്നും കിട്ടുന്നില്ല. പക്ഷെ ഈ ലൈഫ് തന്നെ ഏറ്റവും വലിയ നല്ല സന്തോഷമായിട്ട് എനിക്കങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ വലിയൊരു എടുത്തപ്പൊങ്ങാത്ത ഭാരങ്ങളോ അങ്ങനത്തതൊന്നുമില്ല. അത് തന്നെ വലിയൊരു കാര്യം. ടച്ച് വിട്ട്. ഓക്കെ. അപ്പം ഈ ഒരു ഫീൽഡിൽ നിന്നിട്ട് ഫസ്റ്റ് അച്ചീവ് ചെയ്ത ഒരു കാര്യം എന്താണ്? ഫസ്റ്റ് അച്ചീവ് ചെയ്ത കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇപ്പൊ ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ പേരാകാം, പ്രശസ്തിയാകാം, വീട്. പേരും പ്രശസ്തിയും തീർച്ചയായിട്ടും പേരും പ്രശസ്തിയും നമ്മളെ അച്ചീവ് ചെയ്യുന്നതിൽ ഒത്തിരി നന്ദിയുണ്ട്, കാര്യമുണ്ട്. കാരണം ഒരുപാട് പേര് പ്രാഞ്ചിയേട്ടന്മാരാവാൻ ഒരുപാട് പേര് നമ്മുടെ ചുറ്റിനും ഉണ്ട്, ഞാൻ കാണാറുണ്ട്. കാരണം നമ്മൾ ഈ പബ്ലിക്കായിട്ടും കൂടുതൽ നിൽക്കുന്നത് കൊണ്ട്, ഇപ്പോൾ സ്റ്റേജിലൊക്കെ ലൈവായിട്ടൊക്കെ നമ്മൾ ഒത്തിരി ഷോസ് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് കുറച്ചുകൂടെ ഇപ്പോൾ ഒരു ആക്ടർ കാണുന്നതിനേക്കാളും കുറച്ചുകൂടെ ലൈഫ് ഈ സ്റ്റേജ് ആർട്ടിസ്റ്റുകൾ കാണുന്നുണ്ട്. അതൊരു വലിയൊരു ഓരോരോ അനുഭവങ്ങളാണ് ഓരോരുത്തരെ കാണുന്നതിൽ. അപ്പോൾ അങ്ങനെ ഓരോരുത്തരെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കും, ഇവരൊക്കെ എന്താണ് ഇതിൻ്റെ മല പറിക്കുന്നത്, നമ്മളപ്പോൾ അതൊന്നും അങ്ങനെ ഒന്നും ചെയ്യുന്നില്ലല്ലോ. അത് ചില ആൾക്കാർക്ക് ഒരു ചെറിയൊരു ഫെയിം വരാൻ വേണ്ടിയിട്ട് പോലും ആൾക്കാർ കിടന്ന് മല പറിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ വിചാരിക്കും, ദൈവമേ നമ്മളൊക്കെ എത്ര ഭാഗ്യവന്മാർ. കാരണം ഒന്നിലേക്ക് 10 പേര് അറിയുന്നുണ്ട് നമ്മളെ, നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു അംഗീകാരങ്ങളും ഇതും എല്ലാം പല സ്ഥലത്തുനിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനാണ് എത്ര ദൈവത്തിനോട് നന്ദി പറഞ്ഞാലും മതിയാവാത്തത്. ചിലപ്പം ഒരുപാട് അധ്വാനിക്കുന്നവരുണ്ടാവും, പക്ഷെ അവർക്ക് വേണ്ട രീതിയിലുള്ള റെക്കഗ്നേഷൻസ് ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. ഇപ്പോൾ സിനിമയിൽ വരുമ്പോൾ ആണെങ്കിൽ പോലും ഞാൻ ഇങ്ങനെ വിചാരിക്കും, സിനിമയിലാണെങ്കിലും സ്റ്റേജിലാണെങ്കിലും ഞാൻ വിചാരിക്കുന്നത്, ഒരുപാട് നല്ല കലാകാരന്മാർ ശരിക്കും സിനിമയ്ക്കോ അല്ലെങ്കിൽ ഈ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്റ്റേജിലും അതിന് പുറത്താണ് ആൾക്കാർ നിൽക്കുന്നത്. നല്ല കലാകാരന്മാർ, നല്ല അറിവുള്ളവർ, നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നവരും ഒക്കെ. പക്ഷേ അവർക്ക് എന്തുകൊണ്ടോ അത് ചിലപ്പോൾ അവരുടെ മെൻറ്റാലിറ്റിയുടെ ആയിരിക്കും. ചില ആൾക്കാർക്ക് ചിലപ്പോൾ ചാൻസ് ചോദിക്കുന്നതിലൊക്കെ ഭയങ്കര കുറവായിട്ട് കാണുന്നവരുണ്ടാവും. അല്ലെങ്കിൽ എന്തിനു ഞാൻ പോയി ചോദിക്കണം, വേണമെങ്കിൽ ഇങ്ങോട്ട് വിളിക്കട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്നവരായിരിക്കാം. അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് മാറിപ്പോയിട്ടുള്ളവരായിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ നമ്മൾ ഈ പ്രൈസ് ചെയ്യുന്ന ഒരുപാട് വലിയ ആക്ടേഴ്സ് ആണെങ്കിലും ഇപ്പോൾ സ്റ്റേജിൽ നിൽക്കുന്ന ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകളെക്കാളും ഒക്കെ നല്ല ആൾക്കാർ, പെർഫോമേഴ്സ് പുറത്ത് തന്നെയാണ് നിൽക്കുന്നത്. അത് ഞാൻ ഈ ലൈവ് ഷോസ് ചെയ്യുന്നതുകൊണ്ടൊക്കെ ഞാൻ ഒരുപാട് പേരെ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ മുറി അറിവ് വെച്ചിട്ടൊക്കെ ആണെങ്കിൽ പോലും നമ്മളെ 10 പേര് അറിയുന്നുണ്ടല്ലോ. അതറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരുണ്ട്. അതൊക്കെയാണ് ശരിക്കും ഒരു ഭാഗ്യം എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ചിലപ്പോൾ ഡാൻസ് ചെയ്യുന്നതിനേക്കാളൊക്കെ ഒരുപാട് നല്ല ഡാൻസേഴ്സ് പുറത്തുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ എന്നല്ല, ഉള്ള കാര്യമാണ്, പുറത്തുണ്ട്. സിംഗേഴ്സ് ആണെങ്കിലും പുറത്തുണ്ടാവും. അഭിനയിക്കുന്നതിൽ ഇപ്പം നമ്മൾ പറയുന്ന മെയിൻ ആക്ടേഴ്സിൻ്റെ കാലൊക്കെ കഴിവുള്ളവർ പുറത്തുണ്ടാവും. പക്ഷെ അവരും നമ്മളാരും അറിയുന്നില്ല. അത് പല റീസൺ കൊണ്ടായിരിക്കും അവരൊന്നും ഇന്നായി വരാത്തതും അങ്ങനെയുള്ള പല കാര്യങ്ങളും ഒക്കെ. അപ്പം നമുക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങളും ഭാഗ്യവും റെക്കഗ്നേഷൻസും എല്ലാം ഭാഗ്യവും ദൈവാനുഗ്രഹവും തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ. കൃഷ്ണപ്രഭ, പുതിയ പ്രോജക്ട്സ് എന്തൊക്കെയാണ് ഇപ്പോൾ കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്? പുതിയ വർക്ക് ചെയ്തിട്ടുള്ള പ്രോജക്ട്സ്? പുതിയ പ്രോജക്റ്റ് ഇപ്പോൾ ജസ്റ്റ് ഷൂട്ട് തീർന്നായിരുന്നു. ദൃഢം എന്ന് പറഞ്ഞിട്ടുള്ള മൂവി. ഷൈൻ നിഗമാണ് ഹീറോ ആയിട്ട് വരുന്നത്.
അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ജീത്തു ജോസഫ് സാറും E4 Entertainments ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സാറിൻ്റെ അസോസിയേറ്റ് ആയിരുന്ന മാർട്ടിൻ ജോസഫ് ആണ് ഡയറക്റ്റ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ബിജു ചേട്ടൻ ജോജു ചേട്ടൻ കോംബോയിലുള്ള വലതുവശത്തെ കള്ളൻ എന്ന് പറഞ്ഞിട്ട് ജീത്തു സാർ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു പടമുണ്ട്. അപ്പം അതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റാണ് ഇത് രണ്ട്. തുടരും മൂവിയിൽ മോഹൻലാൽ സാറുമായിട്ട് സീക്വൻസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ആ എക്സ്പീരിയൻസും കാര്യങ്ങളും? ലാലേട്ടനായിട്ട് ഇതിനു മുൻപ് ദൃശ്യം 3 ഉണ്ടായിരുന്നു, പിന്നെ നേരം ഉണ്ടായിരുന്നു. ഇത് പിന്നെ ഞാൻ ഫസ്റ്റ് പേടിയുണ്ടായിരുന്നു ചെയ്യാൻ? ഇല്ല, ഞാൻ എൻ്റെ ഫസ്റ്റ് പടം സ്റ്റാർട്ട് ചെയ്യുന്ന മാടമ്പി. അപ്പൊ അന്നാണ് ഞാൻ നേരിട്ട് കാണുന്നത്. അങ്ങനെ പേടിയൊന്നും ഉണ്ടായിരുന്നൊന്നുമില്ല. പിന്നെ നമുക്ക് ലാലേട്ടൻ്റെ ഒപ്പം അഭിനയിക്കുമ്പോൾ അങ്ങനെ വലിയ ടെൻഷനൊന്നുമില്ല. ഞാൻ അങ്ങനെ ഒട്ടും ടെൻഷൻ ഇല്ലാത്ത അഭിനയിച്ചിട്ടുള്ള രണ്ടുപേരുടെ പേരാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒന്ന് ലാലേട്ടനും എനിക്ക് ഫഹദിന്റെ കോമ്പിനേഷനും. നമുക്കങ്ങനെ ടെൻഷൻ ഒന്നും ഉണ്ടാവില്ല, ടെൻഷൻ ഫ്രീ ആയിരിക്കും. പിന്നെ നമ്മളുടെ ഒരു ടെൻഷൻ എന്ന് പറയുന്നത് അവർ നിൽക്കുന്നത് കൊണ്ട് നമ്മളായിട്ട് പോവരുത് എന്നുള്ളതാണ്. ഈസിയാണ്, നല്ല കൂളായിട്ടാണ്. നമ്പർ ഓഫ് ടേക്സ് എത്ര പോയിട്ടുണ്ട് ഒരു മൂവിക്ക് വേണ്ടി? 3 or 4 ഒക്കെ മാത്രം. ജിത്തു ജോസഫ് സാറിന്റെ കൂടെയുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളും എങ്ങനെ ഉണ്ടായിരുന്നു? സാറിന്റെ പടത്തിൽ ആദ്യം അഭിനയിക്കുന്നത് ലൈഫ് ഓഫ് ജോസൂട്ടിയിലാണ്. പിന്നെ ദൃശ്യം 3, നേര്, ഇപ്പം ഈ പടം. സാറിന്റെ ടീമിൽ മാക്സിമം നമ്മളെ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ കണ്ടിട്ടുള്ളത് ഇപ്പം സത്യൻ സാറിന്റെ ഒരു പാറ്റേൺ ആയിരുന്നു ശരിക്കും. ഒരു ആർട്ടിസ്റ്റുകൾ ഇപ്പം നെടുമുടി വേണുവെങ്കില്, പിന്നെ ലളിത ആൻറ്റി, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ സാർ, അതുപോലെയുള്ളവർ നമ്മൾ ആ ഒരു സാറിൻ്റെ സിനിമകൾ എടുത്താൽ അറിയാൻ പറ്റും. ഈ ഒരു സെറ്റ് ഓഫ് ആർട്ടിസ്റ്റുകളെ സാറ് മാക്സിമം സാറ് പറയുന്നത് എനിക്കും ഡയറക്റ്റ് ചെയ്യാൻ ഈസിയാണ് എന്നുള്ളതാണ്. അപ്പോൾ സത്യൻ സാർ എപ്പോഴും കൂടുതലും നമ്മളതിൽ ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റുകളെ, അതായത് നല്ല ആർട്ടിസ്റ്റുകളെ തന്നെ റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളാണ്. അതേ സെയിം ഒരു പാറ്റേൺ ഞാൻ കണ്ടിട്ടുള്ള ഒരു ഡയറക്ടറാണ് ജീത്തു സാറ്. സാറിന് കംഫർട്ടാണ് ഈ ആർട്ടിസ്റ്റ് എന്ന് തോന്നിയാൽ നല്ല പോലെ പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റാണ്. പിന്നെ സെറ്റിലാണെങ്കിലും കംഫർട്ടബിൾ ആണ് എന്ന് തോന്നുന്ന എല്ലാ ആർട്ടിസ്റ്റുകളെയും സാറ് മാക്സിമം ഉൾപ്പെടുത്താൻ നോക്കിയിട്ടുണ്ട്. സാറിന്റെ ടീമുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ആണോ? ഇപ്പം ഇത് 4ാമത്തെ പടമായല്ലോ. അപ്പൊ പിന്നെ എന്തായാലും മോള് ഒക്കെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടുണ്ട്, കാത്തിയൊക്കെ. പിന്നെ ലിൻഡ ചേച്ചിയാണ് കോസ്റ്റ്യൂമർ, വൈഫ്. അതൊരു ശരിക്കും ഒരു കുടുംബ ചിത്രം എന്ന് തന്നെ പറയാം. കാരണം 2 പിള്ളേരും അസിസ്റ്റന്റ് ഡയറക്ടറും EP ആയിട്ട് 2ാമത്തെ മോള് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ലിൻഡ ചേച്ചിയാണ് കോസ്റ്റ്യൂം. അപ്പോൾ അങ്ങനെ നമ്മളൊരു ഫാമിലിയിലേക്ക് തന്നെയാണ് ചെല്ലുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് സാറിന് ഇഷ്ടപ്പെട്ട കുറച്ച് ആർട്ടിസ്റ്റുകൾ, അതായത് കംഫർട്ടബിൾ ആയിട്ടുള്ള, എന്നാൽ ഈ ക്യാരക്ടറിന് ആപ്റ്റ് ആണെന്ന് തോന്നുന്ന കുറച്ച് ആർട്ടിസ്റ്റുകളെ സാറ് റിപ്പീറ്റായിട്ട് വിളിക്കാൻ ശ്രമിക്കാറുണ്ട്. അതിൽ ഒന്ന് എനിക്കുള്ള അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ദിനേശ് പ്രഭാകർ, ദിനേശ് ഏട്ടനും എനിക്ക് തോന്നുന്നു ഞങ്ങളാണെന്ന് തോന്നുന്നു കൂടുതൽ സാറിൻ്റെ സിനിമയിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. ഞങ്ങൾ രണ്ടുപേരും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഒരു സെറ്റ് ഓഫ് ആർട്ടിസ്റ്റുകളെ സാർ മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ആ ഒരു ടീമിൽ വന്നതിലും സന്തോഷമാണ്. നമുക്ക് അത്രത്തോളം നമ്മൾ കംഫർട്ടബിൾ ആണ് എന്നുള്ളതാണ്. ഓക്കെ. ഷെയ്ൻ നിഗമായിട്ട് ഇപ്പോൾ മൂവി ചെയ്തെന്ന് പറഞ്ഞു, എങ്ങനെ ഉണ്ടായിരുന്നു ഷെയ്ൻ നിഗമായിട്ട് ഉള്ള? ഷെയ്ൻ നല്ല കോമ്പിനേഷൻ ആയിരുന്നു. നല്ല ആർട്ടിസ്റ്റാണ്. ഒന്നാമത് നല്ല ഡെഡിക്കേറ്റഡ് ആണ് എന്നുള്ളതാണ്. പിന്നെ അങ്ങനെ ഒരുപാട് അങ്ങനെ സംസാരിക്കുന്ന ആളൊന്നുമല്ല, പക്ഷെ എന്നാൽ എപ്പോഴും ചിരിക്കുന്നത്. ഞങ്ങളുടെ സെറ്റിൽ ഇപ്പോൾ ശരിക്കും ഞാനും ഷെയ്നും ചിരിച്ചു തുടങ്ങിയാൽ ചിലപ്പോൾ നിർത്തത്തില്ല. ഞങ്ങൾ രണ്ടുപേർക്കും കുഴപ്പമുണ്ട്. അപ്പോൾ അത് കാരണം ദിനേശ് ചേട്ടനൊക്കെ എന്തെങ്കിലും പറയുകയാണെങ്കിലും ഷോട്ടിന് മുന്നേ ഞങ്ങളുടെ അടുത്തൊന്നും പറയത്തില്ല. ആദ്യം 2-3 പ്രാവശ്യം അവർക്ക് ഇച്ചിരി അബദ്ധം പറ്റി. കാരണം ചിരി തുടങ്ങിയിട്ട് പിന്നെ നിർത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനത്തെ ഒരു നല്ല കമ്പനി ആയിട്ടുള്ള ആൾ തന്നെയാണ്. നല്ലൊരു കോസ്റ്റാറാണ്. നമുക്ക് ഭയങ്കര കംഫർട്ടാണ് ചെയ്യാനായിട്ട്. ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ് ഷെയ്ൻ. എത്ര സമയം വരെ നിൽക്കാനും, പിന്നെ ഒരു സീൻ നന്നാവാൻ വേണ്ടിയിട്ട് എത്രത്തോളം ഇതിൻ്റെ അകത്ത് കുറച്ച് നല്ല ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഒത്തിരി കഷ്ടപ്പെട്ട് എത്ര സമയം വേണേലും നിൽക്കാനും എത്ര ടേക്ക് പോകാനും ഒക്കെ റെഡിയാണ് ആള്. നല്ല ഡെഡിക്കേറ്റഡ് ആണ്. പെരുമാറ്റമാണേലും എല്ലാം നല്ലൊരു ഇനി ഒരുപാട് നല്ല നിലയിലേക്ക് വരാൻ യോഗ്യതയുള്ള ഒരാളാണ്. കൃഷ്ണപ്രഭ,
ഇപ്പോൾ ഒരു ഡ്രീം ക്യാരക്ടർ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടാവുമല്ലോ, ലൈക്ക് എനിക്ക് ഇന്ന റോള് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു റോൾ, ഈ ഒരു മൂവിയിൽ ഈ ഒരു റോള് ചെയ്തിരുന്നെങ്കിൽ ഞാൻ അടിപൊളിയായിട്ട് ചെയ്തേനെ, അങ്ങനത്തെ എന്തെങ്കിലും കൈൻഡ് ഓഫ് റോൾസ് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഡ്രീം റോൾ എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ വിചാരിക്കും ഇന്ന ഇത് കിട്ടിയിരുന്നെങ്കിൽ ഓക്കെ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, അപ്പോൾ നമ്മൾ പെർഫോം ചെയ്യാനുള്ള ക്യാരക്ടേഴ്സ് നമുക്ക് കിട്ടുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒന്നാമത്തെ കാര്യം. ഇപ്പോൾ സിനിമ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയതിൽ തന്നെ ഒരുപാട് ചേഞ്ചസ് വന്നത് ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഭയങ്കര കുറവാണ്. അപ്പം അതിലിപ്പോൾ ഒരു സീൻ കിട്ടുക എന്നുള്ളത് തന്നെ വലിയൊരു ലോട്ടറിയായി മാറിയിരിക്കുന്ന ഒരു കാലമാണ് ഇപ്പോൾ. എന്നാൽ നല്ല പെർഫോം ചെയ്യാൻ ഉള്ള തരത്തിലുള്ള ക്യാരക്ടേഴ്സൊക്കെ വളരെ കുറവായിട്ടൊക്കെ വരുന്നുണ്ട്, പക്ഷെ വളരെ കുറവാണ് ശരിക്കും. അപ്പോൾ ഇപ്പം ശരിക്കും മെയിൻ പ്രാർത്ഥന എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല ക്യാരക്ടേഴ്സ് കിട്ടുക എന്നുള്ളതാണ്. അല്ലാണ്ട് അങ്ങനെ ഇന്ന ഒരു ഡ്രീം ഇതായിട്ട് അങ്ങനെയൊന്നും വിചാരിച്ചിട്ടൊന്നുമില്ല. ഏത് ക്യാരക്ടേഴ്സ് കിട്ടിയാലും തെറ്റാതെ നമ്മൾ കുളമാക്കിയെന്ന് പറയാതിരിക്കുക, അതാണ് ഏറ്റവും. പേടിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും ശോകമായോ എന്നുള്ള അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതെല്ലാപ്പോഴും നമ്മൾ വിചാരിക്കുമല്ലോ, ദൈവമേ ഇത് ചെയ്യുമ്പോൾ നെഗറ്റീവ് ഇതായിട്ട് കേൾക്കരുത് എന്ന് എപ്പോഴും വിചാരിക്കും. സ്റ്റേജിൽ കയറുമ്പോഴാണേലും ഒക്കെ അതെ നന്നായിട്ട് ചെയ്യാൻ പറ്റണം എന്ന്. ഇന്നത്തെ എന്തുകൊണ്ട് നന്നായിട്ട് കൊളാവണേ ഭഗവാനെ എന്ന് പറയുന്നുണ്ട്. എന്തായാലും അധികം ആരും കയറില്ലല്ലോ സ്റ്റേജിൽ. ഇന്നത്തെ പ്രോഗ്രാം ഏറ്റവും പൊട്ട പരിപാടി ആയിരിക്കണം ഈശ്വരാന്ന് ആരെങ്കിലും പറഞ്ഞ് കയറുമോ? സിനിമയാണേലും ഞാൻ അഭിനയിക്കുന്ന ഏറ്റവും പൊട്ടമായിട്ട് അഭിനയിക്കുന്ന ഈശ്വരാന്ന് ആരും വിചാരിക്കത്തില്ലല്ലോ. ഇന്റർവ്യൂവിന് വരുമ്പോ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? പൊട്ടയാവർ തന്നെ പ്രാർത്ഥിക്കുള്ളൂ. അല്ല, പൊട്ടയായിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. പൊട്ടയായിട്ടില്ല, ഇതുവരെ പൊട്ടയായിട്ടില്ല. വൈറ്റുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല, കണ്ടതിലൊന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. വലിയ കുഴപ്പമില്ലാണ്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? അങ്ങനെ തന്നെയാണ്. എന്തോ കുഴപ്പമുണ്ടോ? കുഴപ്പമില്ലായിരുന്നു എന്നൊക്കെ പറയാം. എനിക്ക് തോന്നിയിട്ടില്ല. ഓക്കെ, സ്റ്റേജ് ഷോയില് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്റ്റേജ് ഷോ ഏതായിരുന്നു? എല്ലാ സ്റ്റേജും നല്ല ഫേവറേറ്റ് തന്നെയാണ്. കാരണം ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്റ്റേജ് എപ്പോഴും നന്നാവണേ. കാരണം ഇതിനെ ബേസ് ചെയ്തിരിക്കും നമുക്ക് അടുത്തൊരു ഷോയുടെ ഇതാണെങ്കിലും ബേസ് ചെയ്തിരിക്കും എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. കാരണം ഇപ്പം എത്ര നന്നായിട്ട് പെർഫോം ചെയ്താലും അടുത്തൊരു ഇപ്പോൾ ഒരു ഓർഗനൈസർ നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാമിന് വിളിക്കുക, ഇന്നത്തെ പ്രോഗ്രാം അടിപൊളിയായിരുന്നു എന്ന് വെച്ചോ, ആ ഓർഗനൈസർ നമ്മൾ അടുത്ത പ്രാവശ്യം വിളിക്കണമെന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല. അപ്പം ചെയ്യുന്ന കാര്യം നന്നായിട്ട് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അടുത്തതിന് വിളിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴേ പോയി നമ്മൾ അവരെ പ്രീതിപ്പെടുത്താനായിട്ട് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾക്കൊരു ആദ്യത്തെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുക, പിന്നെ പ്രോഗ്രാം നന്നാക്കുക എന്നുള്ളതാണ്. അതിനെ തുടർന്ന് ഒരുപാട് ചിലപ്പോൾ ഷോസ് വരാതിരിക്കാം. അത് നന്നാക്കുക എന്നുള്ളതേ ഉള്ളൂ. എല്ലാ സ്റ്റേജും സ്പെഷ്യൽ തന്നെ. പുതിയൊരു ഡാൻസ് ഫോം പഠിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഇന്ത്യൻ ക്ലാസിക്കൽ ഫോമിൽ ഏത് ഫോം ചെയ്യാനായിരിക്കും ആഗ്രഹം? ഇതൊരു ട്രൈ ചെയ്യാത്തത് എനിക്കൊന്ന് ട്രൈ ചെയ്യണം അങ്ങനെ തോന്നുന്നത്? അങ്ങനെ ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല കേട്ടോ. ഇത് പഠിക്കാം അങ്ങനെ ചിന്തിച്ചില്ല. ട്രൈ ചെയ്തിട്ടുണ്ടോ? അങ്ങനെയല്ല, നമ്മളിപ്പോൾ യൂത്ത് ഫെസ്റ്റിവലിന് വേണ്ടിയിട്ടൊക്കെ ആണെങ്കിലും ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി അതെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ട്രൂപ്പിൽ ഡാൻസ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് വെസ്റ്റേൺ ഒട്ടും ട്രൈ ചെയ്യാൻ ഒട്ടും അറിയില്ലാത്ത ഒരു കാര്യമായിരുന്നു എനിക്ക് വെസ്റ്റേൺ ഡാൻസ് എന്ന് പറയുന്നത്. ഒരു ഡപ്പാങ്കുത്തൂലും കളിക്കാൻ എനിക്ക് അറിയില്ലായിരുന്നു. കാരണം യൂത്ത് ഫെസ്റ്റിവൽ ടൈമിൽ എല്ലാം ക്ലാസിക്കൽ ഫോംസ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നീട് ഞാൻ ട്രൂപ്പിൽ +1 മുതൽ ഞാൻ ട്രൂപ്പിൽ വർക്ക് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഒരുപാട് കളിയാക്കൽ കിട്ടിയിട്ടുണ്ട്. കാരണം ക്ലാസിക്കൽ കളിക്കുമ്പോഴായിരിക്കും നമ്മൾ വെസ്റ്റേൺ ചെയ്യുന്നത്. ഒരു വെൽ ട്രെയിൻഡ് ക്ലാസിക്കൽ ഡാൻസറിന് അതുപോലെ പ്രാക്ടീസ് ഇല്ലാതെ നമ്മൾ ഒരിക്കലും വെസ്റ്റേൺ കളിക്കാൻ പറ്റില്ല. വെസ്റ്റേൺ കളിക്കുമ്പോൾ ഭയങ്കര വൃത്തികേടായിരിക്കും. ആദ്യമൊക്കെ ഞാൻ കളിക്കുമ്പോൾ നല്ല വൃത്തികേടുണ്ടായിരുന്നു. ഒരുപാട് പേര് നമ്മളുടെ സീനിയേഴ്സ് തന്നെ നമ്മളെ മാക്സിമം കളിയാക്കി തന്നെയാണ് അത് ശരിയാക്കിച്ചിട്ടുള്ളത്. രാജേഷ് എന്നൊക്കെ പറഞ്ഞ സാറിനാണ്. അപ്പോൾ സാർ എപ്പോഴും പറയും ഒരെണ്ണത്തിന് മാത്രമായിട്ട് ഇങ്ങനെ ഒതുങ്ങി കൂടി നിൽക്കരുത്. അപ്പം നമ്മൾ വീണ്ടും ട്രൈ ചെയ്ത് അതിൻ്റെ സ്റ്റൈൽസ് എല്ലാം പഠിക്കാമെന്ന് അന്ന് സാറ് ട്രെയിൻ ചെയ്യിപ്പിച്ച് പഠിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ എല്ലാ തരത്തിലുള്ള ഡാൻസും കണ്ടംപററി ആണെങ്കിലും വെസ്റ്റേണും പിന്നെ ഡപ്പാനും ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം അന്ന് പറഞ്ഞല്ലോ ഇപ്പോൾ ചെയ്തിട്ടില്ലാത്തൊരെണ്ണം പഠിക്കണം എന്ന് ചോദിച്ചാൽ വെസ്റ്റേൺ എന്ന് പറയായിരുന്നു. ഇപ്പോൾ ഒരുവിധപ്പെട്ട ഡാൻസ് എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഇപ്പം എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ ക്രിയേറ്റീവ് ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടാവുമല്ലോ, അവരോട് എന്താണ് കൃഷ്ണപ്രഭയ്ക്ക് പറയാനുള്ളത്? ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ളതെന്ന് വെച്ചുമ്പോൾ ഇപ്പം ഞാൻ എൻ്റെ ആർട്ട് ഫോമിനെ പറ്റിയിട്ടാണ് പറയുന്നത്. എനിക്ക് മറ്റ് ക്രിയേറ്റീവ് സൈഡിനെ പറ്റിയിട്ട് എനിക്ക് പറയാൻ വോയിസ് ഇല്ല. പൊതുവെ ആൾക്കാർ ഇപ്പോൾ കണ്ടുവന്നിട്ടുള്ളത് എല്ലാവർക്കും ഒരു ഫെയിമാണ് താല്പര്യം.
അത് എങ്ങനെയെങ്കിലുമൊക്കെ കാണിച്ച് കുറച്ച് ഫെയിം എടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇതൊരു വേണ്ട രീതിയിലുള്ള ഒരു പ്രാക്ടീസോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡെഡിക്കേഷൻ ഒന്നും എല്ലാവർക്കും ഇല്ല എന്നല്ല, കുറേ പേർക്കില്ല. ഇപ്പം ഇന്ന് വന്ന് ഡാൻസ് പഠിച്ച് നാളെ സ്റ്റേജിൽ കയറണം എന്നുള്ള ആഗ്രഹമുള്ളവരുണ്ട്. അതൊന്നും നടക്കണ കാര്യമല്ല. അതൊന്നും നടക്കണ കാര്യമല്ല. ഇപ്പം ഇന്ന് വന്ന് ജോയിൻ ചെയ്തവരെ പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ കാണത്തുമില്ല. ഇപ്പം ഞാൻ ഈ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ സുന്ദരീശന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അടി കിട്ടി തന്നെയാണ് പഠിച്ചു വരിക. അത് അടി കിട്ടിയതെന്ന് വിചാരിച്ചിട്ട് ടീച്ചേഴ്സിൻ്റെ അടുത്ത് അടി കിട്ടിയെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇപ്പം എല്ലാം ഭയങ്കര കോലാഹലമാക്കി, ഒന്ന് തൊട്ടു അടിച്ചു എന്നൊക്കെ പറയണമെന്ന്. അത് പിള്ളേർക്കും അങ്ങനെ എന്തെങ്കിലും ഒരു ഇപ്പം ആരെങ്കിലും വഴക്ക് പറയുകയൊക്കെ ആണെങ്കിൽ അവരൊന്ന് താങ്ങാനുള്ളൊരു ബലമില്ലെന്ന് തോന്നുന്നു. അപ്പം അതിനൊക്കെ ആയിട്ട് ആദ്യം ട്രെയിൻഡ് ആവുക മൈൻഡ്, എന്നിട്ട് ഈ ക്രിയേറ്റിവിറ്റിയിലേക്ക് കിടക്കുക. സ്റ്റെബിലിറ്റി ഉണ്ടായാൽ മാത്രമേ നമുക്ക് അതിനൊരു അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതാണ്, അത് ഉപദേശമല്ല, അതൊരു വാസ്തവമാണ്. ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഓക്കെയാണോ? എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു പരിപാടിയാണ് ബിഗ് ബോസ്. അത് വേണമെങ്കിൽ നിങ്ങൾ ഷൂട്ട് ചെയ്തോളൂ, ഞാൻ പറയാം. ഞാൻ കാണാറില്ല, എനിക്ക് അറിഞ്ഞൂടാ. എന്നെ പലതവണ വിളിച്ചിട്ടുണ്ട്, മിക്ക സീസണിലും വിളിക്കാറുണ്ട്. എനിക്ക് അതിൽ വലിയ കാര്യമായിട്ടുള്ളതായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ ബിഗ് ബോസിനോടുള്ള ദേഷ്യം കൂടെ ഞാൻ ഇവിടെ തീർക്കേണ്ടി വരും ചിലപ്പം. അങ്ങനെ തീർക്കണ്ട. അങ്ങനെയല്ല, പ്രോഗ്രാം ഞാൻ കാണാറില്ല. ഇടയ്ക്ക് ഇങ്ങനെ ഓരോ റീൽസൊക്കെ ഫോണിൽ വരുമ്പോൾ മാത്രമൊക്കെ ഞാൻ ഇങ്ങനെ ഓരോന്ന് കാണത്തുള്ളൂ. ഒരു ആവശ്യമില്ലാത്തൊരു പ്രോഗ്രാമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതാണോ ചോദിക്കാനുള്ളത്? ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്താ ചോദിച്ചു? ഓക്കെ, ബിഗ് ബോസിൽ അഥവാ കിട്ടിയാൽ വരാൻ ആഗ്രഹമുണ്ടോ? ഇല്ല, ഞാൻ അതാണ് പറഞ്ഞത്. ഓരോരോ സീസണിലും തുടങ്ങാൻ നേരത്ത് നമ്മുടെ കോള് വരും, ചാനലിൽ നിന്ന് തന്നെ കോള് വരാനുണ്ട്, താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇപ്പൊ അവസാനം അവർ വിളി നിർത്തി. അപ്പോൾ ഉടനെ ഓരോ സോഷ്യൽ മീഡിയാസ് എഴുതി വിടും, ഇതിലുണ്ട് ഇപ്പൊ ഈ സീസണിൽ വരാൻ പോകുന്ന ആള് കൃഷ്ണ എന്നൊക്കെ പറഞ്ഞിട്ട് വരും. ഒരിക്കലും പോവില്ല. This is Aparna signing off from Talk Time. Okay, thank you so much guys.